MLA അറിയാം. മാറിക്കേ ചേട്ടാ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS. MLA അറിയാമല്ലോ, CPM ഏരിയ ഗവൺമെന്റ് സെക്രട്ടറി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുടക്കം ഇടുകയാണ്. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണ്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ നൂറിനാട് അബിക്കാട്ടു കുളങ്കരയിലെ ഹിദായത്തുൽ ഇസ്ലാം LP സ്കൂളിലെ ഒരു 4ാം ക്ലാസ്സുകാരി നേരിടേണ്ടി വന്ന ദുരനുഭവം നമ്മുടെ എല്ലാം മനസാക്ഷിയെ ഞെട്ടിച്ച ഒന്നാണ്. സ്വന്തം രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും പീഡനത്തെക്കുറിച്ച് അവൾ നോട്ട് പുസ്തകത്തിൽ കുറിച്ച് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വച്ചു ഉറപ്പിക്കുന്നു. ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടുകൂടിയാണ് ഇടപെടുന്നത്. കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തും. ഞാൻ കുട്ടിയെ ചെന്ന് സന്ദർശിച്ചിരുന്നു. വിദ്യാഭ്യാസ ഡയറക്ടറും MLA എന്നോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് പ്രയാസം, അതെല്ലാം ഞാൻ പറയുന്നില്ല. നമുക്ക് കേട്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എന്നോട് പറഞ്ഞു. ഞങ്ങളെല്ലാം പോകാൻ വേണ്ടി എണീറ്റപ്പോൾ കുട്ടി വിടുന്നില്ല, കയ്യിൽ കയറി നിർബന്ധമായിട്ട് പിടിക്കുക. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുകയാണ്. നമ്മൾ പുറം ലോകം അറിയുന്നില്ല. ഇതിനൊരു ശക്തമായ ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരുടെ അഡ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത്തരം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട്. ഏത് വാർഡിലാണോ താമസിക്കുന്നത് ആ വാർഡ് കൗൺസിലിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല, നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ലോകത്ത് പല കാര്യങ്ങളും നമ്മൾ വെറുക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന രാജ്യങ്ങളിൽ പോലും കുട്ടികളുടെ ഈ കാര്യത്തിൽ അവർ കർശന നിലപാടാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ മകള് ഇരുന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഈ ക്രൂരത കാണിക്കാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇത് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തേഞ്ഞുമാഞ്ഞങ്ങ് ഇതിന് പോകും. അതങ്ങനെ വിടുന്നതിന് വേണ്ടി കഴിയും. അതുകൊണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു കർമ്മ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ്. സുരക്ഷാ മിത്രമെന്നാണ് കർമ്മ പദ്ധതിയുടെ പേര്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക കർമ്മ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ചെങ്കിലും പുറകോട്ട് മാറുന്നത്. അപ്പൊ സമൂഹത്തിൽ ഇടപെടുന്നു, എനിക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവേണ്ടായിരുന്നു. ഹെൽപ്പ് ബോക്സ് പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യാപകരോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ്, ഭയമാണ്.
ഇപ്പോൾ തന്നെ നമ്മുടെ മോളച്ചെന്ന് കണ്ട ശേഷം പലരുടെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് അവളും ഒരു അല്ലെങ്കിൽ പരാതികൾ പരിശോധിച്ച് നടപടിയെടുത്ത ശേഷം തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഓഫീസറെ ഓവർലോട്ടുള്ള ഓഫീസറെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വേറൊരു കാര്യങ്ങൾ കൂടെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കുറേ കൗൺസിലേഴ്സ് ഉണ്ടല്ലോ, സ്കൂൾ കൗൺസിലേഴ്സ്, അവരാണല്ലോ കൗൺസിലിംഗ് ചെയ്യുന്ന കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ കൗൺസിലേഴ്സിൻ്റെ യോഗം വിളിച്ച് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് അവരോട് വേറെ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല, ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും വളരെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരോട് പങ്കെടുത്തിട്ടുള്ള അവരുടെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ അവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ വേണ്ടി പോവുക രഹസ്യമായിട്ട്. കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അത്തരം കാര്യങ്ങൾ ഒരു യോഗം കേരളാടിസ്ഥാനത്തിൽ വിളിച്ച് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം വിളിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ആദ്യം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ വേറെ പ്രശ്നം, വളരെ ഗൗരവമുള്ള ഏതെങ്കിലും ഒരു വിഷയം ഒരു കുട്ടി, ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെന്ന് ഒരു ടീച്ചറിനോട് പറഞ്ഞാൽ അപൂർവം ടീച്ചർമാരെങ്കിലും ഇത് അവരുടെ രഹസ്യമായിട്ട് വയ്ക്കുക. അധ്യാപകരുടെ പങ്ക്, കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും. കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും അവരുമായി സൗഹൃദപരമായി ഇടപെടുന്നതിനും ഊന്നൽ നൽകും. ഡയറി എഴുത്ത്, 0 അവർ പോലുള്ള ആശയങ്ങളിലൂടെ കുട്ടികളുടെ അധ്യാപകരുമായി മനസ്സുതോടെ സംസാരിക്കാൻ അവസരം നൽകും. സഹായം, കൗൺസിലിംഗ്, പുനരധിവാസം എന്നിവ ഉറപ്പുവരുത്തുവാൻ ഈ വകുപ്പുകളുടെ സഹായം തേടും. നിലവിലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ഹെൽപ്പ് ലൈൻ 1098 എന്നിവയുടെ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കും. പാരന്റിംഗ് ക്ലിനിക്കുകൾ, പ്രശ്നങ്ങൾക്കുള്ള രക്ഷിതാക്കളുടെ കൗൺസിലിംഗ് നൽകാനായി നിലവിലുള്ള പാരന്റിംഗ് ക്ലിനിക്കുകൾ കൂടുതൽ സജീവമാക്കും. ബ്ലോക്ക് തലത്തിൽ ഇതിനായി സംവിധാനങ്ങളുണ്ട്. പുനരധിവാസം, സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾക്കായി സർക്കാർ ഹോമുകളും പ്രത്യേക ഹോമുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ലഹരിമുക്ത പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയ യുവാക്കളുടെ മാനസിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വിവിധ തലങ്ങളിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തെ തുടർന്ന് ദീർഘകാല ഹ്രസ്വകാല കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സെക്കൻഡറി, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ മാനസിക, ശാരീരിക, കൌമാരകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മാനസിക പിന്തുണ നൽകുന്നതിനും മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനും അധ്യാപകർക്ക് പരിശീലനം നൽകി ഒരു ആരോഗ്യകരമായ യുവജനതയെ വാർത്തെടുക്കുക എന്ന ഒരു പ്രധാന ഘടകമാണ്. അധ്യാപകരെ പ്രാഥമിക കൌൺസിലർമാരാക്കുന്നതിന് കർമ്മപദ്ധതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി CDCയുടെ നേതൃത്വത്തിൽ മോഡ്യൂളുകളും സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനിങ്ങുകളും നടപ്പാക്കാവുന്നതാണ്. സംസ്ഥാനതലത്തിൽ 200 അധ്യാപകരെ ചേർത്ത് 3 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം നൽകും. ഇത് തുടർച്ചയായി സ്ട്രെസ് മാനേജ്മെന്റ്, മൈൻഡ്ഫുൾനെസ് എന്നീ സെക്ഷനുകളും ഇതിൽ ഉൾപ്പെടുത്തും. മൈൻഡ്ഫുൾനെസ് സെക്ഷൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കും. ഡോക്ടർ വാസുകിയാണ്. പരിശീലനം ലഭിച്ച സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിൽ പരിശീലനം നൽകുന്നതാണ്. പരിശീലന വിഷയങ്ങൾ ലീഗൽ അവയർനെസ്, അതിൽ ഈ ചൈൽഡ് അബ്യൂസ് അത്തരം കാര്യങ്ങളെല്ലാം വരും. അഡോളസെന്റ് ഡെവലപ്മെന്റൽ ചലഞ്ച്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി, VHSC കരിയർ മാസ്റ്റർമാർ, ഹൈസ്കൂൾ അധ്യാപകർ എന്നിവർക്ക് സംസ്ഥാന തല മാസ്റ്റർ ട്രെയിനിമാരുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതലത്തിൽ 3 ദിവസം പരിശീലനം നൽകുന്നതാണ്. ഇത് ഏകദേശം 4239 അധ്യാപകർ ഉൾപ്പെടും. ഏകദേശം 91 ബാച്ചുകളിലായി 3 ദിവസങ്ങളിലായി തുടർച്ചയായി ജില്ലകളിൽ വെച്ച് പരിശീലനം നൽകും. ഫീൽഡ് തല പരിശീലനം, ജില്ലാതലത്തിൽ പരിശീലനം നേടിയ മാസ്റ്റർ ട്രെയിനിമാർ തുടർന്ന് സ്കൂൾ തലത്തിൽ 3 കേസ് സ്റ്റഡി, പ്രോബ്ലം സോൾവിംഗ്, റഫറൽ സംവിധാനം തുടങ്ങിയ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഓൺലൈൻ സംവിധാനത്തിലൂടെ അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും കൈറ്റിന്റെ സഹായത്തോടെ സംവിധാനം ഒരുക്കുന്നതാണ്. DLED, BEd കരിക്കുലത്തിൽ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് ഉൾച്ചേർക്കുന്നത് സ്കൂൾ തലത്തിൽ കൌൺസിലിംഗ് നൽകുന്നതിനും കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനും ഉപകാരപ്രദമാകും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പരിശീലനത്തിന് ശേഷം 2ാം ഘട്ടമായി പ്രൈമറി, അപ്പർ പ്രൈമറി അധ്യാപകർക്ക് നൽകും.
കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള മോഡ്യൂളുകൾ തയ്യാറാക്കും. ഷെഡ്യൂൾ സംസ്ഥാനതലം ഒക്ടോബർ 2 മാസങ്ങളിൽ, ഫീൽഡ് തലം നവംബർ ഡിസംബർ മാസങ്ങളിൽ. നടത്തിപ്പ് ചുമതല സംസ്ഥാനതലത്തിൽ പദ്ധതി നടത്തുന്നതിനും വിലയിരുത്തുന്നതിനുമായി ഒരു മോണിറ്ററിംഗ് സെൽ രൂപീകരിച്ചിട്ടുണ്ട്. ചെയർമാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, കൺവീനർ അഡീഷണൽ ഡയറക്ടർ അക്കാഡമിക്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നതിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. മരിച്ച സാഹചര്യം ഉണ്ടായത് മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടില്ലേ, അവിടുത്തെ പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തില്ലേ. ഇത് മാത്രമല്ല, ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം അതൊരു പകരം വയ്ക്കലല്ല എങ്കിൽ തന്നെ അത് കൊടുക്കാൻ വേണ്ടി നടന്നല്ലോ. ഇവിടുത്തെ ഈ സംഭവത്തിനും ആണോ നമ്മൾ രാവിലെ അന്വേഷണം നടത്തി വൈകുന്നേരം സസ്പെൻഡ് ചെയ്തത്? രാവിലെ അന്വേഷണം നടത്തി വൈകുന്നേരം സസ്പെൻഡ് ചെയ്തു. അതെ, പത്തനംതിട്ടയില് ഒരു ടീച്ചറിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഏതാണ്ട് 80 ലക്ഷം രൂപ മറ്റോ കൊടുക്കാനുണ്ടായിരുന്നു. അവിടുത്തെ സൂപ്രണ്ടും അതേപോലെ തന്നെ അവിടുത്തെ ക്ലർക്കന്മാരും എല്ലാം കൂടെ 4-5 മാസക്കാലമായി കൊടുക്കാതെ ഇങ്ങനെ അടവച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ടീച്ചറുടെ മകന് തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിച്ചത്. അവിടെ വലിയ കാശ് അടയ്ക്കണമായിരുന്നു. അടയ്ക്കാൻ നിവൃത്തിയില്ല വന്ന ചെയ്തു. അന്വേഷണത്തിന് വേണ്ടി ഒരു ഉന്നതതല IAS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഇതെല്ലാം ടീച്ചറിന്റെ ജോലി. ഇത് പഠിപ്പിക്കൽ മാത്രമല്ല, ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കൽ മാത്രമാണ് ടീച്ചർമാരുടെ ജോലിയെന്ന് ഒരു ടീച്ചർമാരും കരുതിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുക. അതിനുവേണ്ടിയാണല്ലോ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ. അതാണ് CM പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. ഓരോ കുട്ടിയും നമ്മുടെ ഓരോ ടീച്ചർമാരുടെയും ഓരോ അധ്യാപകരുടെയും സ്വന്തം കുട്ടിയാണെന്നുള്ള ബോധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇതൊന്നും കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇടപെടാത്തതിന്റെ ഫലമായി പല കാര്യങ്ങളും പുറത്തറിയുന്നില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായി അങ്ങ് തുറച്ചു നീക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ പക്ഷേ കുറേയെങ്കിലും അതിന് വ്യത്യാസം വരും. ഇപ്പൊ ഇത് തന്നെ പറഞ്ഞല്ലോ, കുറച്ച് ചില അധ്യാപകരെങ്കിലും ഇത് 5 ദിവസം താമസിച്ച് വയ്ക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ DG അത് കൈകാര്യം ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, നമ്മുടെ കേരളത്തിന്റെ മോനാണ് അല്ലെങ്കിൽ മോളാണ്. അവർക്ക് നിയമവിരുദ്ധമായി കുട്ടികൾക്ക് ലഭിക്കേണ്ട സംരക്ഷണം എല്ലാ രംഗത്തും ഉണ്ട്. അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും വേറെ ഏത് ബന്ധുക്കളായിരുന്നാലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ അങ്ങനെ നിയമമുണ്ട്. അപ്പൊ ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇടപെടും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എത്ര ഉണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഇവിടെ പിന്നെ കോടതിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി പറഞ്ഞു. ഞങ്ങൾ കോടതിയെ ഇനി വീണ്ടും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും. കോടതി സ്കൂൾ മാനേജർ ന്യായമൊന്നും അംഗീകരിക്കുന്നില്ല. സ്കൂൾ മാനേജ്മെന്റുകൾക്ക് അങ്ങേറ്റത്തെ പരിഗണനയും പിന്തുണയാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരാളുടെയും ജീവൻ വെച്ച് ബന്ധമാണ്. അവിടെ ഓരോ ഉദ്യോഗസ്ഥനും ഒരു 4-5 ദിവസത്തിൽ കൊണ്ട് ഫയൽ കയ്യിൽ വയ്ക്കാനുള്ള ഒരു അധികാരവും കേരളത്തിലെ ഇന്ത്യയിൽ. അതിന് വകുപ്പ് തന്നെ പറയുന്നുണ്ടല്ലോ, റൂളുണ്ട്. ഇത്ര ദിവസമേ വയ്ക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഷനല്ല, പിരിച്ചുവിടാനുള്ള അവകാശം. അതെല്ലാം കോടതിക്ക് പിന്നെ നിയമം നോക്കിയാലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിയമനിർമ്മാണം കോടതിക്ക് നടത്താൻ വേണ്ടി പറ്റില്ലല്ലോ. കോടതിക്ക് ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് പറയാം. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയാം. സ്റ്റേ എന്ന് പറഞ്ഞ താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്. നിയമനിർമ്മാണം നടത്തിയിട്ട് ഉത്തരവിറക്കാനുള്ള അധികാരം കോടതിക്കില്ല. ഈ സംഭവത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയുള്ള കുട്ടികൾക്ക് വലിയൊരു സന്ദേശമല്ലേ നമ്മൾ നൽകുന്നത്. ഒരു പ്രശ്നം ഉണ്ടായാൽ മന്ത്രിയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും കൂടെ ഉണ്ടെന്ന് ഒപ്പം തന്നെ സുരക്ഷാ മിത്രമായിക്കോട്ടെ ഇപ്പം നൽകുന്നത്. നമ്മുടെ മുമ്പിലേക്ക് വന്ന പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായ നടപടിയെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മളത് എല്ലാവരെയും പിന്നെ യോജിപ്പിച്ചുകൊണ്ടും എല്ലാവരുടെ അഭിപ്രായവും കേട്ടുകൊണ്ടും ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യസ്ത അഭിപ്രായം വരേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇപ്പം നമ്മുടെ പിന്നെ ഞാനിപ്പോൾ 2-3 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്കൂളിൻ്റെ സമയം മാറ്റത്തിനായിരുന്നാലും കുട്ടികളുടെ ബാക്ക് ബെഞ്ചേഴ്സിൻ്റെ കാര്യമായിരുന്നാലും അതൊക്കെ ഒരു
സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സമൂഹത്തിന്റെ ചർച്ചയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. 47 ലക്ഷം കുട്ടികളും അവരുടെ കുടുംബങ്ങളും മറ്റു കൊച്ചു കൊച്ചു കുടുംബങ്ങളുടെ പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത് തന്നെ ചെയ്യണം. ഇതുപോലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെറിയ പ്രശ്നമല്ല. ആ കുട്ടിയെ നിങ്ങൾ ഒറ്റയ്ക്ക് എന്നെ കണ്ട് സംസാരിക്കാം. ഞാനത് ഇതിൽ പറയുന്നത് കൗൺസിലർമാരുടെ ഒരു ഇടപെടൽ അത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീർച്ചയായും. പലപ്പോഴും ഈ കൗൺസിലർമാരോടാണ് കൂടുതൽ കുട്ടികൾ തുറന്നു പറയുന്നത്, അധ്യാപകരോട് പറയുന്നതിനേക്കാൾ കൂടുതൽ. അപ്പൊ അതിന്റെ ഒരു കാര്യക്ഷമത കൂടുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനം. യഥാർത്ഥത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഈ കൗൺസിലർമാരെ അതായത് സ്കൂളിലുള്ള ടീച്ചർമാരോ എച്ച്എംമാരോ വിളിച്ച ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ നിങ്ങൾ കൗൺസിൽ നടത്തിയപ്പോൾ വിവരം കിട്ടിയത് എന്ന് മനസ്സിലാക്കി എഴുതി തരേണ്ടതല്ലേ. എൻ്റെ അടുത്ത് തരുന്ന തന്നിട്ടില്ല. എൻ്റെ കയ്യിൽ നേരിട്ട് തരണ്ട. എൻ്റെ അടുത്ത് തരേണ്ട വിദ്യാഭ്യാസ ഡയറക്ടറാണ്. വിദ്യാഭ്യാസ ഡയറക്ടറെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളവർ അദ്ദേഹം പറയും. അല്ല, അതുകൊണ്ടാണ് എല്ലാ അധ്യാപകരെയും കൗൺസിലർമാരാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല അതിന്റെ ഇപ്പൊ നമ്മളെ കുട്ടികളൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ തയ്യാറാണ്, എഴുതിയിടാൻ വേണ്ടി തയ്യാറാണ്. അതിനൊക്കെ അവർ നല്ല ധൈര്യമുണ്ട്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മോള് തന്നെ നല്ല രസമായിട്ടുള്ള എഴുതിയിരിക്കുന്ന ഒരു ഒന്ന് രണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല 8 10 കവിതയോ 1 2 3 പുസ്തകമൊക്കെ എഴുതി എന്നോട് പറഞ്ഞ് IAS ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഷാനവാസിനെ കാണിച്ചു കൊടുത്തു. അതായത് IAS നിൽക്കുന്ന എല്ലാ സഹായം ചെയ്തിട്ടുണ്ട്. ഈ കേസ് പരിഗണിക്കുകയാണെങ്കിൽ ഈ പ്രതി അൻസാർ ഈ കഞ്ചാവ് കടത്ത് കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. അപ്പൊ ഈ ലഹരി ഇതിലൊരു പ്രശ്നമാകുന്നില്ല. അപ്പൊ ലഹരി ഉപയോഗം തടയാനുള്ള ഒരു നീക്കങ്ങളിലേക്ക് കൂടി അല്ലെങ്കിൽ വിദ്യാഭ്യാസ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ലഹരിക്കെതിരായിട്ടുള്ള നല്ല ക്യാമ്പയിൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്. ലഹരിയും കഞ്ചാവും മയക്കുമരുന്നൊക്കെ കഴിക്കുന്നവരിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുള്ളൂ. അതിന്റെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കാർക്കോ തോന്നൂലല്ലോ. കുട്ടിയുടെ അമ്മയുടെ പിതാവുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് നിലവിൽ ഇപ്പോൾ കുട്ടി അതായത് അച്ഛൻ്റെ അമ്മയോടൊപ്പമാണ്. അപ്പോൾ അവർക്ക് ഇത്തരം ഒരു സാഹചര്യം വന്ന നിലയ്ക്ക് ആ വീട്ടിൽ ഇനി ആ കുട്ടിയെ താമസിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. അതായത് മരിച്ചുപോയ അമ്മയുടെ അമ്മ അവരുടെ മാതാപിതാക്കൾ. അപ്പോൾ ഇനിയുള്ള തുടർ നടപടി എങ്ങനെയായിരിക്കും? ആ കുട്ടിയുടെ സംരക്ഷണത്തിനല്ലേ ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത്? അതൊന്നും ഇനിയിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ പഞ്ചായത്തിന്റെ ചൈൽഡ് ലൈനുണ്ട്, അവരിടപെട്ട കാര്യങ്ങൾ ചെയ്യും. സ്കൂളുകളിൽ ഉൾപ്പെടെ പല ഘട്ടങ്ങളിലുള്ള പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് നോക്കുകുത്തികളായി മാറിയ ഒരു സന്ദർഭമാണ്. അപ്പൊ ഈ സുരക്ഷാമിത്രമെങ്കിലും കൃത്യമായി DG വരെയുള്ള വിഷയങ്ങൾ അവർ പരിഹരിക്കണം. മന്ത്രി ലെവൽ വരേണ്ട കാര്യങ്ങൾ പ്രത്യേക നോട്ട് എഴുതാം. വീക്ക്ലി മോണിറ്ററിംഗ് ഉണ്ടാവും. വീക്ക്ലി മോണിറ്ററിംഗ്. എടുക്കുന്ന പരാതികൾ ഒരു ലോഗ് പോലെ അത് കീപ്പ് ചെയ്യും. എങ്ങനെ അതായത് ഡിസ്പോസ് ചെയ്ത് അല്ല, അത് എടുക്കുന്ന പരാതികളെല്ലാം വി ശിവൻകുട്ടി നമ്പർ 1 വി ശിവൻകുട്ടി, നമ്പർ 2 ഷാനവാസ്, നമ്പർ 3 പേരില്ല, നമ്പർ 4 ഒപ്പ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറച്ചെല്ലാം കൂടി ചെന്ന് അപ്പോഴും കണ്ടുപിടിക്കും. പത്രങ്ങൾ വാർത്ത വരും, കോടതി കേസാവും. UP-യിലും ബീഹാറിലും ഗുജറാത്തിലും ആണെങ്കിൽ ഒരു 100 കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്താലും കേസുമില്ല, വഴക്കുമില്ല, ഒന്നുമില്ല. പത്രങ്ങളിൽ ഏതെങ്കിലും പത്രങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ 10 പീസ് പിറ്റേന്ന് ഉണ്ടാവില്ല. അവിടെ പിന്നെ മരിച്ചിന് നട്ട്. ഇവിടെ അങ്ങനെ ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അത് നമ്മൾ ഇടപെടാൻ പറ്റുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. അത് LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. ഇപ്പോഴൊന്നും ഈ സുരേഷ് ഗോപിയിൽ നിന്ന് കാണുന്നില്ലല്ലോ. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു തോർത്തൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നതാണല്ലോ. ഇപ്പം കാണുന്നേയില്ല. സുരേഷ് ഗോപി കന്യാസ്ത്രീമാരെ മർദ്ദിച്ച സംഭവം ഉണ്ടായതിനു ശേഷം സുരേഷ് ഗോപിയുടെ ശബ്ദമേ കാണുന്നില്ല. ഒളിവ് ജീവിതത്തിലേക്ക് പോയിരിക്കുന്നത് തോന്നുന്നു. ഇത് ചിലപ്പം ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ നിന്ന് എന്തെങ്കിലും പറയുവാനില്ല. നാളെ അവന്റെ തറക്കല്ലിടെയാണ് മിഥുന്റെ വീട്ടിൽ രാവിലെ 10 മണിക്ക്. 2 മാസം വീട് തീരുന്നത്. നമ്മുടെ ഈ B.Ed കരിക്കുലത്തിൽ കൂടി ഇത് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് കൗൺസിലിംഗ് കുറച്ചുകൂടി കാര്യക്ഷമമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പിന്നീട് ട്യൂർ സംവിധാനമായപ്പോൾ അതിന്റെ പ്രാധാന്യം കുറയുന്ന ഘട്ടം ഉണ്ടായി. ആ കൗൺസിലിംഗിന് കരിക്കുലത്തിൽ മാറ്റം ഉണ്ടാവും. കരിക്കുലത്തിൽ മാറ്റം ഉണ്ടാവും. ഏത് കരിക്കുലത്തിൽ മാറ്റം ഉണ്ടായെന്നല്ല, അവൻ ഓരോരുത്തരും അവന്റെ മനസാക്ഷിക്കനുസരിച്ച് അതിനെ എങ്ങനെ സമീപിച്ചു എന്നുള്ളതാണ് പ്രശ്നം.
എങ്ങനെ സമീപിക്കുന്നു. അപ്പം അതിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ബന്ധപ്പെട്ട് ഞാൻ പറയാം, ഇപ്പം DOമാർ AEOമാർ, ഞാൻ അവരെ പരക്കെ ആക്ഷേപിക്കുന്നു. അവർ ടീച്ചർമാരായി പിന്നെ പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ്. അവർക്ക് ഓഫീസ് വർക്ക് എത്ര പരിചയം കുറവാണ്. അവർക്കൊരു ട്രെയിനിങ് പ്രത്യേകം കൊടുക്കണം. അവർക്ക് പിന്നെ 40% ആൾക്കാർക്ക് എല്ലാത്തിനും സംശയമാണ്. അതുകൊണ്ടെന്താ ഒപ്പിടില്ല, അതുകൊണ്ടെന്താ ഫയലോടെ കുന്നുകൂടി കിടക്കും. നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഫയലുള്ള ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് എത്ര ഫയൽ വരും ഒരു മാസം? നമുക്ക് ഒരു മാസം എത്ര ഫയൽ വരാൻ സാധ്യതയുണ്ട്? ഇപ്പൊ തന്നെ നമുക്ക് കഴിഞ്ഞ മാസം 22,000 ഫയൽ തീർത്താൽ ബാക്കി 30,000 ഫയലുകൾ 30,000 ഫയലൊക്കെ ഒരു മാസം തീർക്കേണ്ടതാണ്. അപ്പോൾ അത് ധൃതി പിടിച്ച് തീർത്താലേ പറ്റുള്ളൂ. മൂലയിലോട്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ പാവങ്ങളുടെ കാര്യം ഈ CM പറഞ്ഞ പോലെ ആവും. സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത് പോലീസുകാർ പരാതിപ്പെട്ടുകൾ സ്ഥാപിക്കാറ് പല സ്കൂളുകളിലും. അതൊക്കെ ഒരു യാന്ത്രികമായതുകൊണ്ട് നിന്നുകൊണ്ട് സ്ഥാപിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളിത് നല്ല പ്രചരണം കൊടുത്ത് നമ്മൾ ഇടപെടുന്നു തോന്നിയാൽ ഉണ്ടാവും. PTA ഇടപെട്ടതിന് ശേഷമാണ് ഇവര് ഇത് പുറത്തേക്ക് പറഞ്ഞത്. ഈ HM മറച്ചു വെക്കാനായിരുന്നു ശ്രമിച്ചത്. അപ്പൊ അത് നമ്മൾ മാധ്യമപ്രവർത്തകർ എടുക്കുന്നത് HM മാധ്യമപ്രവർത്തകരെ അകത്തോട്ട് കയറ്റാതെ അവര് ഞങ്ങള് ഞാൻ പറയാൻ പറ്റുമോ, വിദ്യാഭ്യാസ പിന്നെ വകുപ്പ് ഒരു അന്വേഷണം നടത്തും. അന്വേഷണം നടത്തുന്ന അവസരത്തിൽ പിന്നെ സ്കൂളിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനകത്ത് നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്വേഷണം നടത്തി കുട്ടിയും കുട്ടിയുടെ ടീച്ചറെ പഠിപ്പിച്ച ടീച്ചർമാരെയും കൂട്ടുകാരിലൊക്കെ തന്നെ എന്താ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഒരു മിനിറ്റ് MLA ഇങ്ങോട്ട്